പണ്ട് കാലങ്ങളില് രാജാക്കന്മാർക്ക് വേഷം മാറി നാട് ചുറ്റുന്നൊരു പതിവുണ്ടായിരുന്നു. ഈ വേഷം മാറി നാട് ചുറ്റുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെങ്കിൽ തന്നെ കുറിച്ച് തന്റെ ജനങ്ങളുടെ അഭിപ്രായം എന്താണ്, ഒപ്പം തന്നെ തന്റെ രാജഭരണത്തെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഒപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക. ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ യാത്രയുടെ ലക്ഷ്യങ്ങൾ. ഒരിക്കല് ഇങ്ങനെ ഒരു നാട്ടുരാജാവ് ഒരു യാത്രയ്ക്ക് പുറപ്പെട്ടു. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, തന്റെ ജനങ്ങളെ ഒന്ന് പരീക്ഷിക്കാം, അതിലൂടെ പോകുന്നവരെ. ഉടനെ തന്നെ അദ്ദേഹം അത്യാവശ്യം വലുപ്പം ഒരു കല്ലെടുത്തിട്ട് അവിടുത്തെ ആ റോഡിന്റെ നടുക്കിൽ തന്നെ കൊണ്ടുവച്ചു. ഉടനെ തന്നെ അതിലൂടെ ഒരുപാട് പേര് കടന്നുപോയി. അതിലൂടെ കടന്നുപോയ ഒരു വ്യക്തി തന്റെ മന്ത്രി തന്നെയായിരുന്നു. അദ്ദേഹം യാദൃശ്ചികമായി ആ കല്ലിൽ തട്ടി ഉടനെ തന്നെ മറിഞ്ഞു വീണു. എഴുന്നേറ്റ് ഉടനെ തന്നെ അദ്ദേഹം പിറുപിറുത്തു, നാശം, ആരാ ഈ കല്ലിവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഉടനെ തന്നെ അദ്ദേഹം രാജാവിനെതിരെയും ശബ്ദം ഉയർത്തി. ഭരണാധിപനാണത്രേ, എന്നിട്ട് പോലും തന്റെ രാജ്യവീതികളിൽ അല്ലെങ്കിൽ തന്റെ ഗ്രാമത്തിലെ താൻ ഭരിക്കുന്ന രാജ്യത്തിലെ വഴികളൊക്കെ ക്ലിയർ ആണോ എന്ന് അദ്ദേഹത്തിന് പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല. അതിലൂടെ രാജാവിന്റെ മറ്റു സേവകന്മാർ പലരും കടന്നുപോയി. അവരും തട്ടിത്തടഞ്ഞു വീഴുകയും ഒപ്പം തന്നെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചിലവരൊക്കെ രാജാവിനെതിരെയും സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ആരും തന്നെ ആ കല്ലെടുത്ത് മാറ്റാനായിട്ട് തയ്യാറായില്ല. അധികം വൈകാതെ മറ്റൊരു കർഷകൻ താൻ കൃഷിയിടത്തിന് വരുന്ന വഴിക്ക് കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറിയുമായി ആ വഴിയിലൂടെ വന്നു. അദ്ദേഹവും അതിലൂടെ തട്ടിത്തടഞ്ഞു വീണു. അദ്ദേഹം എഴുന്നേറ്റ ഉടനെ തന്നെ ആ കല്ല് ആദ്യമേ തന്നെ എടുത്തുയർത്തി മാറ്റിവെച്ചു. എന്നിട്ട് തന്നെ പച്ചക്കറി പറക്കി കൂട്ടുന്നതിനിടയിൽ അദ്ദേഹം കണ്ടൊരു കാഴ്ച, ആ കല്ല് വെച്ചിരുന്നതിന് തൊട്ടടിയിലായിട്ട് അതാ ഒരു കിഴി കിടക്കുന്നു, ഒരു തുണിയുടെ കിഴി. അദ്ദേഹം ആ കിഴി തുറന്ന് നോക്കിയപ്പോൾ ആ ചെറിയ കിഴിക്കുള്ളിൽ കുറച്ചധികം സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. ഇത് താങ്കൾ മാറ്റിയ ആ തടസ്സത്തിനുള്ള പ്രതിഫലമാണ്. അദ്ദേഹം സന്തോഷത്തോടുകൂടി പച്ചക്കറിയും ആ കിട്ടിയ സ്വർണ്ണ നാണയം കൊണ്ട് വീട്ടിലേക്ക് യാത്രയായി. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ ചില പ്രതിബന്ധങ്ങൾ, ചില തടസ്സങ്ങളൊക്കെ വന്നേക്കും. ഈ തടസ്സങ്ങളൊക്കെ വന്നേക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പരിപാടി ആ ഒരു വലിയ പ്രശ്നത്തിനെതിരെ പ്രതികരിക്കുക, ശബ്ദങ്ങൾ ഉണ്ടാക്കുക, കോലാഹലങ്ങൾ ഉണ്ടാക്കുക, വിമർശനങ്ങൾ ഉന്നയിക്കുക എന്നതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് പലപ്പോഴും നമ്മളൊന്നും ചെയ്യാറില്ല. വിമർശനങ്ങൾ ചിലപ്പോഴൊക്കെ നല്ലതാണ്. ചില ആ കാര്യങ്ങളിലൊക്കെ വിമർശിക്കണം. തിരുത്തപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലൊക്കെ സംസാരിക്കണം, നമ്മൾ സംസാരിക്കണം. പക്ഷെ സംസാരിച്ചത് കൊണ്ട് മാത്രം കാര്യമായോ? ഇല്ല, നമ്മുടെ പ്രവർത്തനം കൂടെ അവിടെ വേണം. പലപ്പോഴും നമ്മുടെ വിമർശനത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങുകയാണ്. പ്രവൃത്തികൾ കൂടാതെയുള്ള വിമർശനം കൊണ്ട് ഒരൊറ്റ കാര്യമില്ല. പലപ്പോഴും നമ്മുടെ മുന്നില് ചെറുതും വലുതുമായ പല പ്രതിബന്ധങ്ങൾ ഉണ്ടാകും. ഈ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ വലിയ അവസരങ്ങൾ നമുക്കുണ്ടാകില്ല. ആ കർഷകൻ തന്റെ മുന്നിലെ ചെറിയൊരു പ്രശ്നത്തെ മാറ്റിയപ്പോഴാണ് അവന്റെ മുന്നിൽ ഒരു നിധി തെളിഞ്ഞത്. അതെ, നമ്മുടെ മുന്നിലും ഒരുപാട് നിധികളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്, അവസരങ്ങളാകുന്ന നിധികൾ. ഈ അവസരങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങളെ നമ്മൾ കവച്ചു വെച്ചേ മതിയാകൂ. ആയതിനാൽ മാറ്റം നടക്കേണ്ടത് നമ്മിൽ നിന്നായിരിക്കണം. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ മാറ്റി നിർത്തൂ, വലിയ അവസരങ്ങളിലേക്ക് കാൽവെക്കൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.